നമസ്കാരം, എല്ലാവർക്കും പ്രഭാസ് വെജി വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അച്ചാറില്ലാതെ എന്ത് സദ്യ അല്ലേ? അതുകൊണ്ട് ഞാൻ ഇന്ന് വന്നത് ഒരു അച്ചാറിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരു കിടിലൻ നാരങ്ങ അച്ചാറ്. സാധാരണ സദ്യക്ക് വടുകപ്പുള്ളി നാരങ്ങയുടെ അച്ചാറാണ് ഉപയോഗിക്കുക കേട്ടോ. പക്ഷെ എനിക്കിവിടെ വടുകപ്പുളി കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ചെറിയ നാരങ്ങ കൊണ്ടൊരു അച്ചാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗാർലിക്കും വിനാഗിരിയും ഒന്നും ഉപയോഗിക്കാത്ത സിമ്പിളായിട്ട് ഈസിയായി ഉണ്ടാക്കാവുന്ന ഒരു അച്ചാർ. പിന്നെ വള്ളുവനാടൻ സദ്യയുടെ പ്രത്യേകത ചില ആൾക്കാർ ചോദിച്ചിരുന്നു. നോ ഗാർലിക് നോ ഒനിയൻ ആണ് സദ്യയിൽ കൂടുതലും. നമുക്ക് മസാലകളൊന്നും അധികമായിട്ട് ഉപയോഗിക്കില്ല. നമുക്ക് ബാക്കി റെസിപ്പീസും കാണാം. ഇപ്പോൾ നമുക്ക് അച്ചാറിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ അടിപൊളി നാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ടൊരു ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. ചൂടായ കടായിലേക്ക് നമുക്ക് ഒരു 3 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ് അച്ചാറിന് എപ്പോഴും നല്ലത്. അത് കൂടുതൽ ദിവസം കേടുവരാതിരിക്കാൻ സഹായിക്കും. ഇനി അതിലേക്ക് ഞാനൊരു 10 ലെമണാണ് ആഡ് ചെയ്യുന്നത്. ഇത് കഴുകി തുടച്ച് വെള്ളമൊന്നും ഇല്ലാതാക്കിയതാണ്. ഇതിനെ നമുക്കിതിലേക്ക് നന്നായി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒരു 5-10 മിനിറ്റ് നന്നായി എന്നിട്ട് സോട്ട് ചെയ്യണം. ഇതിൻ്റെ കവറൊക്കെ ലെമണിൻ്റെ തോലൊക്കെ നന്നായി സോഫ്റ്റ് ആവണ വരെ നമ്മൾ ചെയ്യണം. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണേ, ഇല്ലെങ്കിൽ വെറുതെ കരിഞ്ഞു പോവുള്ളൂ. ചില സമയത്ത് ഈ നാരങ്ങ പൊട്ടിയിട്ട് കുറച്ച് നീരൊക്കെ ഒഴുകും. അത് പ്രോബ്ലം ഒന്നുമില്ല. അത് നന്നായി സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ട് നോക്കിയാൽ നമുക്കറിയാം കേട്ടോ ഒന്ന് സോഫ്റ്റായി ഉള്ളിലേക്ക് പോകുന്നത്. അതുവരെ അത് ചെയ്യണം. ഇതിൽ വിനാഗിരി ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നല്ലെണ്ണ തന്നെയാണ് നല്ലോണം യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇത് ഏകദേശമായിട്ട് നമുക്കിതൊന്ന് തണുത്തിട്ട് കട്ട് ചെയ്യാം. ഇപ്പം ഇതാ ഞാൻ തണുത്തതിനെ കട്ട് ചെയ്ത് റെഡിയാക്കിയതാണ്. ചെറിയ പീസായിട്ട് 4 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ചെറിയ ചെറിയ പീസായിട്ട്. പൾപ്പും അതിനോടുകൂടി തന്നെ ഇട്ടിട്ടുണ്ട്. പൾപ്പ് കളഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇനി നമ്മൾ എഗെയിൻ ഒരു കടായി വെച്ചിട്ടുണ്ട്. ചൂടാവട്ടെ. അതിലേക്ക് ഞാനൊരു 6 ടീസ്പൂൺ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ നല്ലോണം ഒഴിക്കണേ, അപ്പോഴേ നമ്മളിത് അച്ചാറ് കേടുവരാതിരിക്കുള്ളൂ. അപ്പം എണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടായ എണ്ണയിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് നന്നായി ഇങ്ങോട്ട് പൊട്ടട്ടെ. കടുക് അങ്ങനെ പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ചുവന്ന മുളക് പൊട്ടിച്ചതാണ് ഇടുന്നത്. കട്ട് ചെയ്ത് അങ്ങോട്ട് ഇടാം. ഇനി അതൊന്ന് സോട്ടാവട്ടെ, കരിയണ്ട. ഇനി അതിലേക്ക് കുറച്ചൊരു 10 ഉലുവയാണ് ഇടുന്നത്. വളരെ കുറച്ച് ഉലുവ വേണ്ട. ഉലുവയുടെ ഫ്ലേവർ കിട്ടാനാണ് ഇത്. ഇത് കൂടാതെ ഉലുവപ്പൊടി നമ്മൾ ഇടുന്നുണ്ട്. ഇനി കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. കരിവേപ്പിൻ്റെ ഇലയുടെ പച്ചമണമൊക്കെ മാറട്ടെ. എന്തായാലും അത് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 3 ടീസ്പൂൺ ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ നല്ലവണ്ണം 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇത് വെക്കാൻ പാടുള്ളൂ. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/8 ടീസ്പൂൺ ഓഫ് ഫെനുഗ്രീക്കിൻ്റെ പൗഡർ. ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. അതിനെയും കൂടി കുറച്ച് വേണ്ടു. ഇല്ലെങ്കിൽ ഉലുവയുടെ മണോ കായത്തിൻ്റെ മണോ കൂടിക്കഴിഞ്ഞാൽ കഴിക്കാൻ തുടങ്ങും. ഇതിനെ നമുക്ക് സോട്ട് ചെയ്യാം. ഞാൻ വളരെ ലോയിലാണ് വെച്ചിരിക്കുന്നത്. ഓഫ് ചെയ്യുന്നതില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിലേക്ക് നമുക്ക് ഈ ലെമൺ ആഡ് ചെയ്ത് കൊടുക്കാം. ലെമണിൻ്റെ പൾപ്പൊക്കെ കണ്ടോ അതിലുണ്ട്. അപ്പം അതിനെ നന്നായി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായി സോട്ടാവട്ടെ. ഒന്നെല്ലാം മിക്സ് ആവുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് സോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി ചേർക്കാം. ഞാൻ വിനാഗിരി ചേർക്കാറില്ല. ഇതൊരു ഇൻസ്റ്റൻറ്റ് പിക്കിൾ അല്ല കേട്ടോ. ഉണ്ടാക്കി ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ലെമൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായി സോട്ട് ചെയ്താൽ മതി. അപ്പോൾ അതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിനെ ഇനി തണുത്ത് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഇതാക്കിയിട്ടുണ്ട്. ഞാൻ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊരു ഇൻസ്റ്റൻറ്റ് പിക്കിളല്ല. 3 ദിവസം കഴിഞ്ഞിട്ട് യൂസ് ചെയ്താലേ നന്നാവുള്ളൂ. ഇല്ല എങ്കിൽ ചെറിയൊരു കയ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കൂ, സജഷൻസ് ഒക്കെ അറിയിക്കൂ. താങ്ക്